പേരാമ്പ്രയിൽ അരുൺകൊലയുടെ വാർത്തയിലേക്കാണ്. കോഴിക്കോട് പേരാമ്പ്രയിൽ അനുവിന്റെ കൊലപാതകത്തിൽ 2 പേർ അറസ്റ്റിലായി. പ്രധാന പ്രതി കൊണ്ടോട്ടി സ്വദേശി മുജീബ് റഹ്മാൻ, സഹായം നൽകിയ അബൂബക്കർ എന്നിവരുടെ അറസ്റ്റാണ് പേരാമ്പ്ര പോലീസ് രേഖപ്പെടുത്തിയത്. പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് അനുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. അനുവിനെ കൊലപ്പെടുത്തിയ മുജീബ് റഹ്മാനെ ഇന്നലെ വൈകിട്ടാണ് കൊണ്ടോട്ടിയിലെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പ്രദേശത്തെ CCTVയിൽ നിന്ന് ലഭിച്ച ബൈക്കിന്റെ ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പ്രതി പോലീസിന്റെ വലയിലാകുന്നത്. ആദ്യം മുജീബിനെ വിശദമായി ചോദ്യം ചെയ്തു. ഇന്ന് ബൈക്ക് ഉപേക്ഷിച്ച എടവണ്ണപ്പാറയിലും സ്വർണം വിൽക്കാൻ ശ്രമിച്ച കൊണ്ടോട്ടിയിലെ ജുവലറിയിലും എത്തിച്ച് തെളിവെടുത്തു. സ്വർണം വിൽപ്പന നടത്താൻ സഹായം ലഭിച്ചെന്ന് പ്രതി വെളിപ്പെടുത്തി. തുടർന്നാണ് കൊണ്ടോട്ടി സ്വദേശി അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത്. നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഒരു സസ്പിഷൻ വരാൻ മെയിൻ ആയിട്ടുള്ള കാരണം വിക്ടിമിന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന സ്വർണം. ദാറ്റ് ഈസ് അവർ മെയിൻ ലീഡ്. കൊണ്ടോട്ടിയിലുള്ള മുജീബ് നമ്മുടെ ഒരു പ്രൈം സസ്പെക്ട് ആയി വന്നു. മലപ്പുറം പോലീസിനോട് ഷെയർ ചെയ്തു. അവരുടെ ഇൻപുട്സ് കിട്ടി. അത് പ്രകാരം സൈബർ സെല്ലിന്റെ സഹായത്തോടെയും മലപ്പുറം പോലീസിലെ സഹായത്തോടെയും നമുക്ക് ഇദ്ദേഹത്തിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. ലൊക്കേറ്റ് ചെയ്തിട്ട് പ്രതിയെ നമുക്ക് പിടിക്കാൻ പറ്റി. തൈറോയിഡിന്റെ ഓപ്പറേഷൻ വേണ്ടി വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പൂക്ക് വരുമായിരുന്നു. ഞാൻ പുറത്തായിരുന്നു. ഞാൻ വരാൻ നോക്കിയതാണ്. അവള് പറഞ്ഞു ഏട്ടൻ കാല് സുഖമായിട്ട് വന്നാൽ മതി, ആ കോലത്തിൽ ഏട്ടനെ കണ്ട പറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഓനെ കാണിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം പറ്റിയത്. ഭയങ്കര ഭീതി തന്നെ. കാരണം ഈ ഏരിയയിൽ ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മുടെ നാട്ടിൽ വ്യക്തി പറഞ്ഞതിനോട്ട് തന്നെ ആദ്യമായിട്ട് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ കൈ കിട്ടിയ പ്രതിനെ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുക, പോലീസിൽ നിന്ന് നാട്ടുകാർക്ക് കയ്യിലേക്ക് ഇട്ടുകൊടുക്കുക. തൂക്കാൻ തന്നെ വിധിക്കണമെന്നാണ് ഞങ്ങളെ ഏറ്റവും ഉള്ള ഇത്. പിന്നെ വെച്ചാലും അയാൾ രണ്ടാമത്തേൽ ഇങ്ങനെ കൊലപാതകം ചെയ്തിട്ട് വിട്ടതല്ലേ, അതുകൊണ്ടല്ലേ മൂന്നാമത്തും ചെയ്തത്. അതുകൊണ്ട് ഇനി വെറുതെ വിടരുത്. നാലാമത്തെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരരുത്. ഞാക്കും മക്കളൊക്കെ ഉള്ളതാണ്. മട്ടന്നൂരിൽ നിന്നും മോഷ്ടിച്ച ബൈക്കുമായി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പ്രതി പേരാമ്പ്രയിലെത്തുന്നത്. ധൃതിയിൽ നടന്നു വരികയായിരുന്ന അനുവിന് സഹായം വാഗ്ദാനം ചെയ്ത് വലയിൽ വീഴ്ത്തുകയായിരുന്നു. ഭർത്താവ് ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിൽ എത്താനുള്ള തിടുക്കത്തിലായിരുന്നു അനു. ലക്ഷ്യസ്ഥാനത്ത് വേഗത്തിൽ എത്തിക്കാമെന്ന വാഗ്ദാനം നൽകി വാഹനത്തിൽ കയറ്റി. ശേഷം ആളൊഴിഞ്ഞിടത്ത് വെച്ച് തോട്ടിലേക്ക് തള്ളിയിട്ടു. വെള്ളത്തിൽ മുക്കിക്കൊന്ന ശേഷം ആഭരണങ്ങളുമായി പ്രതി രക്ഷപ്പെട്ടു. മുട്ടപ്പം വെള്ളത്തിൽ മുങ്ങി മരിച്ചതിൽ അസ്വാഭാവികതയുണ്ടെന്ന സംശയമാണ് കേസിന്റെ ചുരുളഴിച്ചത്. 55 കേസുകളിൽ പ്രതിയായ മുജീബ് റഹ്മാൻ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി. കഴിഞ്ഞ ഏതെങ്കിലും ഒരു കേസിൽ അർഹമായി ശിക്ഷ ലഭിച്ചിരുന്നെങ്കിൽ ഇന്നൊരു ജീവൻ പൊലിയില്ലായിരുന്നു. നാളെ ഒരു ജീവൻ നഷ്ടമാകാതിരിക്കണമെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണം. ആശിഷിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.